കാഞ്ഞങ്ങാടിനെ ശാന്തിയിലാഴ്ത്താൻ ഗാന്ധി പീസ് പാർക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്നും ഐക്യദാർഢ്യ കയ്യൊപ്പ് സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് തായാട്ട് ബാലൻ നിർവഹിച്ചു. ഇതെന്തിനാണ്, ആരാണ് ഇത് ചെയ്യുന്നത്, ആർക്കെതിരായിട്ടാണ് ഇതൊന്നും ആരും അറിയുകയില്ല, പുറത്ത മനുഷ്യൻ അറിയില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഭരണകൂടവും രാഷ്ട്രീയ കക്ഷികളും നമ്മളെ പോലുള്ള ഗാന്ധിയൻ സംഘടനകളും ആളുകളും ഒക്കെ എത്തിയില്ലേ? അവിടെ എത്തിയതിന്റെ ആദ്യത്തെ ആൾ ഞാനായിരുന്നു. അത് മുഴുവൻ പോലീസ് വലയത്തിന്റെ 800 ചില്ലാനം പോലീസുകാരുടെ വലയത്തിനുള്ളിലാണ് ഈ പ്രദേശം മുഴുവൻ. അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. ഒടുവിൽ ഞാൻ വളരെ ദൂരെ പോയി എങ്ങനെയോ ഒരു ഇടവഴി അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി നോക്കുമ്പോ എനിക്കറിയുന്ന ആരും അവിടെയില്ല. ഞാൻ അവരോട് ചോദിച്ചത്, ഇങ്ങനെ 1-2 പേര് കേട്ടല്ലോ, അവരെ ഒന്ന് കിട്ടണം. അവരിതായി ഈ ക്ഷേത്രത്തിന്റെ അടുത്തുണ്ട്, അവരെ കിട്ടി. ഞാൻ ചോദിച്ചു, എന്തേ ഈ കാര്യം? അപ്പൊ അവര് പറഞ്ഞത്, ഞാൻ നീട്ടി പറയുകയല്ല, ആലങ്കാരികമായ ഭാഷയിൽ ഒന്നും പറയുന്നില്ല, കാര്യം പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക്. അവര് പറഞ്ഞത്, ഇവിടെ ഇത് നടന്നിരിക്കുന്നു, ഇതാരും അറിയില്ല. ഇത് നിലവിളി കേട്ട് ഓടി വന്നവരും നിലവിളിച്ച് മറ്റവരും നിലവിളിച്ച് എല്ലാരും കൂടി കൂട്ട നിലവിളിന്ന് വിളിച്ചപ്പോഴാണ് എന്തോ ഇവിടെ സംഭവിച്ചു എന്നുള്ള തോതിൽ കയ്യിൽ കിട്ടിയ ആയുധം എന്ന് പറഞ്ഞാൽ ഈ വിറകും കൊള്ളിയൊക്കെ തന്നെ, പിന്നെ പങ്കായമില്ലേ, ഇതൊക്കെ എടുത്തിട്ട് ആളുകൾ ഇങ്ങനെ ഓടി വരികയാണ് കയ്യിൽ കിട്ടിയ സാധനം എടുത്തിട്ട്. അങ്ങനെ തുടങ്ങിയ ആ മാറാട് കലാപത്തിന് സ്വാഭാവികമായിട്ടും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിലൊന്നും ഒരു വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, 3ാമത്തെ ദിവസം ഇവിടുത്തെ KPCCയുടെ പ്രസിഡന്റ് അന്ന് മുരളിയായിരുന്നു. മുരളി പറഞ്ഞു, ഈ കാട്ടിക്കൂട്ടിയത് മുഴുവൻ ഭരണകൂടത്തിന്റെ കൊള്ളരുതായികയാണ്. ആരാ പറയുന്നറിയോ? ഭരണകക്ഷിയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഇവിടെയൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുവരണം. അതിനിടെ സംഭവിച്ചത്, ഇങ്ങനെ ഒരു റോഡുണ്ട്, ചെറിയ റോഡ്, ബസ് റൂട്ടൊന്നുമല്ല. ഈ റോഡിന്റെ അപ്പുറത്ത് 90% ഹിന്ദുക്കളും 5-10% മുസ്ലിമുകളും ബാക്കിയുള്ളവരും. ഈ ഭാഗത്ത് നേരെ എതിരായി 90%, മറ്റവർ 5%. ഇതിന് ഭാഗം വെച്ചവർ പിന്നീട് പറഞ്ഞത് അത് ഹിന്ദുസ്ഥാനും ഇത് പാകിസ്ഥാനും എന്നാണ്. ബസ് റൂട്ടൊന്നുമല്ല, ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും എന്നുള്ളിടത്ത് എത്തിക്കഴിഞ്ഞു. അത്ര പോലും ഇത് ചൂട് വന്ന് ഞങ്ങൾ ഇവരെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കി. കാരണം ഇവിടെയുള്ള 1000 ചില്ലാനം ആളുകൾ സ്ഥലം വിട്ടിരിക്കുന്നു. ഗാന്ധി പീസ് പാർക്കിലെ ഗാന്ധി പ്രതിമയ്ക്ക് ചുവടെ ഒരുക്കിയ ഒപ്പുബോർഡിൽ ആദ്യത്തെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ഉദ്ഘാടനം നടന്നത്. ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി വർഗീയ വിഘടനവാദികളിൽ നിന്നാണെന്നും അതിപ്പോൾ കാഞ്ഞങ്ങാട്ട് തലപൊക്കിയിരിക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്കാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ തായാട്ട് ബാലൻ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ TM സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TK സുധാകരൻ, മുൻ MLA M നാരായണൻ, ശ്രീമതി S വജ്രേശ്വരി, PP സുന്ദരൻ, K നാരായണൻ, PP പുരുഷോത്തമൻ, ജോസ് മാവേലിൽ, PJ തോമസ്, ഉസ്മാൻ സലാം KT എന്നിവർ പ്രസംഗിച്ചു. KK വിജയൻ സ്വാഗതവും മൂസ പാട്ടിലത്ത് നന്ദിയും പറഞ്ഞു.